ശരിക്കും നമ്മളെയൊക്കെ ആളുകൾ എപ്പോഴാണ് ഓർക്കുക എന്ന് എപ്പോഴെങ്കിലൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. സത്യത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടാവും, ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ടാവും, ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ഇതൊക്കെ ആളുകൾ എപ്പോഴെങ്കിലും ഓർക്കുന്നുണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാവ് പിന്നെ മക്കൾക്ക് വസ്ത്രം വാങ്ങി കൊടുക്കുന്നുണ്ടാകും, ഭക്ഷണം വാങ്ങി കൊടുക്കുന്നുണ്ടാകും. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ മക്കൾ നമ്മളെപ്പോഴും ഓർക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഒരാളൊരു യാത്ര പോകാൻ നിൽക്കുന്ന സമയത്ത് പിന്നെ തൻ്റെ വീടിൻ്റെ പിറകു വശത്തായിട്ടൊരു കർമൂസ മരം, അതായത് പപ്പായ ഉണ്ട്. അപ്പം ഈ മകള് ഈ കർമൂസ അങ്ങനെ എടുക്കുകയാണ്. അതിൽ പൗത്ത 2 കർമൂസ അവിടെ കാണുന്നു. അപ്പോൾ മകള് ഉപ്പ അങ്ങനെ നോക്കുന്നു. ഉപ്പ പറയുന്നു, മകളെ അതിലൊരു കർമൂസ അവിടെ തന്നെ വെച്ചോളൂ കേട്ടോ എന്ന് പറയും. അപ്പം മകൾ വയ്ക്കുന്നുണ്ട്, ഇപ്പം അതെന്തിനാ, അതിൻ്റെ ആവശ്യമുണ്ട്, 2ഉം പൗത്തതല്ലേ എന്ന് വയ്ക്കും. അങ്ങനെ മകള് ഉപ്പയുടെ നിർദ്ദേശം അനുസരിച്ച് ഒരു കർമൂസ മാത്രം എടുത്ത് പോന്നു. ഇപ്പം യാത്ര തിരിച്ചു. ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ദിവസം മകള് ഉപ്പാക്ക് വിളിക്കുന്നുണ്ട്. ഉപ്പ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ പതിന് വിപരീതമായി തൻ്റെ മകള് തൻ്റെ ഉപ്പയെ വിളിച്ചപ്പം ഉപ്പ ചോദിക്കുകയാണ്, എൻ്റെ മകളെ എന്താ ഒന്ന് പ്രത്യേകിച്ചൊരു വിളി എന്നുള്ളത്. ഉപ്പ ഇന്ന് പെട്ടെന്ന് എനിക്ക് നിങ്ങളെ ഓർമ്മ വന്നു എന്നുള്ളതാണ്. അപ്പം ഉപ്പ ചോദിച്ചാൽ എൻ്റെ മോളെ പെട്ടെന്ന് ഓർമ്മ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ മകള് പറയുന്നത്, നമ്മുടെ ബാക്കത്തെ കർമൂസ മരല്ലേ, അവിടെ നിന്നൊരു കർമൂസ ഒരു കാക്ക വന്ന് കൊത്തി തിന്നു എന്നുള്ളതാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഉപ്പഴയാണ് ഓർമ്മ വന്നത്. കാരണം ഉപ്പ അന്ന് അതവിടെ ഒന്നവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഉപ്പ മകളോട് പറയുന്നൊരു മറുപടി ഉണ്ട്, ഈ കാക്കക്കും പക്ഷികൾക്കൊക്കെ തിന്നാൻ അവർക്കെന്തായാലും പാകം ചെയ്യാൻ പറ്റൂലല്ലോ, നമ്മളുണ്ടാക്കി കൊടുക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. വേനൽക്കാലമാണ് വരാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, വീടിൻ്റെ അടുത്തൊരു ചെറിയ പാത്രത്തിൽ ഇത്തിരി വെള്ളം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വലിയ ഉപകാരമാകും ഇത്തരത്തിലുള്ള പക്ഷികൾക്കൊക്കെ. നമുക്കൊന്ന് ചെയ്തൂടെ?